കർത്തൃദിനം, ശ്രേഷ്ഠദിനം, ആരാധനക്കു വിശുദ്ധദിനം. ഹല്ലേലൂയ ഗാനം ചൊല്ലി ഹൃദയങ്ങൾ വാഴ്ത്തിടാം. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയ സ്നേഹിതരെ, വീണ്ടും ഈ സന്ധ്യയിൽ ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം ദൈവം നമുക്ക് അവസരം തന്നിരിക്കുന്നു. ദൈവനാമത്തെ സ്തുതിക്കാം. ആത്മീയ ഉറവയിലെ കുടിനീർ ക്ഷാമം തീർക്കുവാൻ പ്രബോധനങ്ങൾ ആത്മനിറവിൽ നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ലോകത്തിൽ സമാധാനമില്ലെന്ന് നമുക്കറിയാം. സമാധാനമില്ലാത്തതിൻ്റെ കാരണം നാം പാപം ചെയ്തതുകൊണ്ടാണെന്നും ദൈവകൽപ്പന ലംഘിച്ചതുകൊണ്ടാണെന്നും നമുക്കറിയാം. പുതിയ പുതിയ മതങ്ങളും പുതിയ പുതിയ ഉപദേശ തത്വസംഹിതകളും ജനിക്കുന്നു. ബുദ്ധിമാന്മാരായ ചിലർ ആലോചിച്ച് ധ്യാനിച്ച് ഉണ്ടാക്കുന്ന പുതിയ ചില പദ്ധതികളും പരിശോധനയിൽ അല്ലെങ്കിൽ കാഴ്ചയിൽ സുന്ദരങ്ങൾ, പാലിക്കാൻ എളുപ്പമുള്ളവ, പെട്ടെന്ന് അംഗീകാരം കിട്ടുന്നവ, പ്രയോഗത്തിൽ ആദ്യമാദ്യം ശോഭനം, പിന്നീട് ശോചനീയം. മനുഷ്യൻ സൃഷ്ടിച്ചെടുക്കുന്ന യാതൊരു തത്വസംഹിതയും ഉദ്ദേശിക്കുന്ന ഫലം കായ്ച്ച് നിലനിൽക്കുന്നില്ല. ഇന്ന് നാം ശ്രദ്ധിക്കുന്നുവെങ്കിൽ ആധുനിക സംവിധാനമുള്ള ഒരു ഭവനം, മുന്തിയതരം വാഹനങ്ങൾ, നല്ല ബന്ധുബലം, നല്ല ബാങ്ക് ബാലൻസ്, നല്ല ആരോഗ്യം, എല്ലാം ഇന്ന് എൻ്റെ കൈപ്പിടിയിൽ എന്ന് ചിന്തിക്കുന്ന ഒരു കാലം. ചാനൽസ്, ഇന്റർനെറ്റ്സ്, ഡ്രഗ്സ്, വാട്സാപ്പ്, മദ്യപാനം, ദുശീലങ്ങൾ, ദുഷിച്ച സ്നേഹികൾ, ദുഷിച്ച ബന്ധങ്ങൾ തുടങ്ങി ഒരുപാട് സംഘർഷഭരിതമായ ജീവിത ശൈലിയിലാണ് പലരും എന്നുള്ളത് മറന്നുപോകരുത്. സ്നേഹമുള്ളവരെ, പ്രശ്നങ്ങൾ 3 തരത്തിലാണ് മനസ്സിനെ അലട്ടുന്നത്. ഒന്ന് പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ ഭൂതകാലം. കഴിഞ്ഞ കാലങ്ങളിൽ നേരിട്ട പരാജയങ്ങൾ, സംഭവിച്ച ആപത്തുകൾ, ഉറ്റവരുടെ വിയോഗം, ബിസിനസ് നഷ്ടങ്ങൾ, ഉദ്യോഗത്തിലെ തിരിച്ചടികൾ, തെറ്റായ പ്രവൃത്തികൾ തുടങ്ങിയവ നമ്മെ കുറ്റബോധത്തിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് കഴിഞ്ഞുപോയ ഭൂതകാലത്തെ ചൊല്ലി ഒരു നൊമ്പരം മനസ്സിൽ കിടക്കുന്നു. രണ്ടാമത്തത് പ്രസന്റ് ടെൻസ്, വർത്തമാനകാലം. മുള്ളും പറക്കാരിയും നിറഞ്ഞ വഴികൾ, പ്രതിബന്ധങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്, കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുന്ന അനുഭവങ്ങൾ വർത്തമാനകാലത്തും നമ്മെ അലോസരപ്പെടുത്തും. മൂന്നാമത്തത് ഫ്യൂച്ചർ ടെൻസ് അല്ലെങ്കിൽ ഭാവി കാലം, ഉത്കണ്ഠ, മോക്ഷം. എന്താണ് എൻ്റെ ഭാവിയെ സംബന്ധിച്ച് എന്നുള്ള ഒരു ചിന്ത, എൻ്റെ ആത്മാവ് എവിടെ എത്തും എന്നുള്ള ഒരു ഭയം. ഭയപ്പെടുന്നവയൊന്നും സംഭവിക്കണമെന്നില്ല പ്രിയമുള്ളവരെ. ഭൂതകാലത്തിലേക്ക് തിരിച്ചു പോകാതെ, ഭാവിയെപ്പറ്റി വേവലാതിപ്പെടാതെ വർത്തമാനകാലത്തെ വേണ്ട പോലെ നേരിടാം. കഴിഞ്ഞകാല ജീവിതത്തിന്റെ പക്വതയും പാകതയും ഉൾക്കൊണ്ട് ദൈവരാജ്യം ലക്ഷ്യമാക്കിയുള്ള ഒരു തീർത്ഥാടനം ആരംഭിക്കേണ്ടിയിരിക്കുന്നു. ഈ യാത്രയിൽ തിന്മയുടെ ശക്തിയുമായി പോരാടി നമുക്ക് ജയിക്കണം. വിശക്കുന്ന, ദാഹിക്കുന്ന ലോകത്തെ കൈക്കുമ്പിളിലെടുത്ത് ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. നമ്മുടെ ആത്മ, ശരീര, മനസ്സുകളെ ശുദ്ധീകരിക്കണം. തിമോഥെയോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: അവർ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവർ ആയിരിക്കണം. അനിന്യരായി കണ്ടാൽ അവർ ശുശ്രൂഷ ഏൽക്കട്ടെ. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ ജീവിത ശൈലി ഈ വാക്കുകളിലൂടെ പരിശുദ്ധനായ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. വിശ്വാസത്തിന്റെ മർമ്മം തിരിച്ചറിയുവാൻ, ശുദ്ധ മനസാക്ഷിയിൽ ജീവിക്കുന്ന ഒരനുഭവം ഉണ്ടാകുവാൻ, കുറവുകൾ ജീവിതത്തിൽ വന്നുപോയാൽ, പരിഹസിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വീണുപോയാൽ അതിൽ നിന്ന് എഴുന്നേൽക്കുവാനുള്ള ശുശ്രൂഷകളേറ്റ് ആത്മശരീര മനസ്സുകളെ ശോധന ചെയ്ത് അനുഗ്രഹീതരാകുവാനുള്ള ഒരു വാഞ്ച ഈ പുതിയ കാലഘട്ടത്തിൽ നാം അവയിലേക്ക് നമ്മെ തന്നെ നയിക്കുവാൻ കഴിയണം. നമുക്കൊന്ന് പരിശ്രമിച്ചു നോക്കാം. ഒരു പുതിയ ക്രിസ്ത്യൻ ജീവിത ശൈലി നമ്മിലെങ്കിലും ഒന്ന് ആരംഭിച്ചാൽ നമ്മിലൂടെ സമൂഹത്തിന് അനുഗ്രഹവും ശാന്തിയും ഉണ്ടാകുമല്ലോ.
നമ്മുടെ ജീവിതത്തെ കണ്ട ദൈവം തമ്പുരാൻ സന്തോഷിപ്പാനിടയാവട്ടെ. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭരാത്രി നേരുന്നു. നിങ്ങളുടെ ജോൺ പോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ.